കഴിഞ്ഞ ബക്രീദ് ഈദ് ദിനത്തോടനുബന്ധിച്ച് ഈ മൃഗബലി നടക്കുന്ന ഇടങ്ങളിൽ പലയിടത്തും സംഘർഷത്തിന് കാരണമായിട്ടുണ്ട്. അതായത് നിരോധിക്കപ്പെട്ട മൃഗങ്ങൾ, അതിൽ പശുവും മറ്റുമാണ് നിരോധിക്കപ്പെട്ട മൃഗങ്ങൾ വരുന്നത്. അത്തരം മൃഗങ്ങളെ അറക്കുന്നത് പല സംസ്ഥാനങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്തത് മൂലവും അതുപോലെ തന്നെ ഈ അറവ് കഴിഞ്ഞതിന് ശേഷമുള്ള മാലിന്യങ്ങൾ ക്ഷേത്രങ്ങളിലും മറ്റും വലിച്ചെറിഞ്ഞതുമൊക്കെ കഴിഞ്ഞ ഒരു വർഷം വലിയ സംഘർഷമായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഇത്തവണ പല സംസ്ഥാനങ്ങളും മുൻകരുതൽ എടുത്തിരുന്നു, യു പി അടക്കം. ഇപ്പോൾ മുംബൈയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. അവിടെ ഈ ബലിക്ക് വേണ്ടി വിൽക്കാൻ കൊണ്ടുവന്ന ആടുകളുടെ മുകളിൽ പേരെഴുതിയിരിക്കുന്നു. അതിൽ ഒരാടിൻ്റെ മുകളിൽ മഞ്ഞ ഛായം വെച്ച് രാമൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതി. ഇതാണ് ഒരു വലിയ പ്രകോപനത്തിന് കാരണമായി. ഇത് വലിയ രീതിയിൽ ഹൈന്ദവ സംഘടനയുടെ പ്രതിഷേധവുമായി എത്തി. ഇതോടുകൂടി തന്നെ പോലീസ് എത്തി ഈ ആടിൻ്റെ മുകളിൽ എഴുതിയിരുന്ന ഈ പേര് നീക്കം ചെയ്തു. എങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അനുനിമിഷം പ്രതിഷേധത്തിൻ്റെ എണ്ണം കൂടി വരുന്നു, പ്രതിഷേധക്കാരുടെ എണ്ണം കൂടി വരുന്നു. ഒരു വലിയ സംഘർഷത്തിൻ്റെ വക്കോളം എത്തിയപ്പോൾ കൂടുതൽ പോലീസിനെ രംഗത്തിറക്കിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ഏതായാലും സ്ഥിതിഗതികൾ ശാന്തമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ഏതായാലും അറക്കാൻ കൊണ്ടുവന്ന ബലിമൃഗത്തിൻ്റെ പേരിൽ രാമനെ എഴുതി വെച്ച് തങ്ങളുടെ ദേവനെ മോശമായി ചിത്രീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.